നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ച സന്തതി. കണ്ടില്ലേ വന്ന് നിൽക്കുന്നത്? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ എതിരെ വരേണ്ടത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുകളാ. ഇവൾ അങ്ങനെ ഒരുത്തിയാണോ? ഇന്നത്തെ മീറ്റിംഗിനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും പോയി. അതിന്റെ റിസൾട്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാം. അത് എനിക്കെതിരായിരിക്കും. കാരണം ദാ നിൽക്കുന്നു ഓരോ അപശകുനായിട്ട്. എന്താ കുട്ടി ഇത്? കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ? മുത്തശ്ശി പണ്ട് പറയാറുണ്ട്, യാത്ര പുറപ്പെടും മുമ്പ് നല്ല ശകുനങ്ങൾ കാണണമെന്ന്. ഇതിപ്പോ നീ. പ്രതാപ, ഈശ്വരന്റെ മനസ്സുകൊണ്ട് നല്ലോണം പ്രാർത്ഥിച്ചോ, അല്ലാതെ വേറെ വഴിയില്ല. ബി ഇൻ ലിമിറ്റ്. അത് തെറ്റിക്കാൻ നോക്കിയുണ്ടല്ലോ. തൃപ്തിയായല്ലോ അവന്റെ മനസ്സ് വിഷമിച്ചപ്പോ. അതെങ്ങനെയാ? അനുസരണ എന്ന് പറയുന്നത് പണ്ടേ ഇല്ലല്ലോ. ഈ തറവാട് നശിപ്പിക്കും. അതിനാ നീ ജനിച്ചിരിക്കുന്നത്. എന്നെ കണി കണ്ടിട്ട് എത്ര സന്തോഷത്തോടെയാണെന്നറിയോ അവൻ ഇറങ്ങിയത്. നീ വട്ടം ചാടിയതോടെ എല്ലാം പോയി. ഇന്നവൻ പങ്കെടുക്കുന്ന മീറ്റിംഗിന്റെ ഭാവി അതെന്താവും? എല്ലാം നീ ഒറ്റ ഒരുത്തി വരുത്തി വെച്ചതാ. ഇങ്ങനെയുള്ള മകളുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ ജീവിതം പോക്കാം. ഇപ്പോൾ കിട്ടിയ വാർത്ത. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പാലത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണാണ് അപകടമുണ്ടായത്. അമ്മേ, എന്തു മോളെ? വെല്ലിച്ചിന് അപകടം പറ്റിയെന്ന്. എന്താ എന്താ കാര്യം? നീ എന്തിനാടി കരയുന്നേ? നീ ഒരു ഒറ്റ ഒരുത്തി കാരണോ ഈ അപകടം ഉണ്ടായത്. അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ മുന്നിൽ ചാടാറുള്ളത് നീയല്ലേ? ഇന്ന് നീ അങ്ങനെ ചെയ്തു. എടി, നിനക്കൊന്നുമേ ഐശ്വര്യമില്ല. അതിന്റെയാ നിന്റെ അച്ഛൻ ഇപ്പൊ അനുഭവിക്കുന്നത്. ചേച്ചി, അങ്ങനൊന്നും പറയില്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിങ്ങൾക്കൊന്നും വേദനയും വിഷമം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല. പ്രതാപന്റെ ജീവിതം എനിക്ക് അത്രയ്ക്ക് വലുതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.